ആരോപണവുമായി കെ അണ്ണാമലൈ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കെ അണ്ണാമലൈ. സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിനായി മന്ത്രിമാർ കരാറുകാരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിനുള്ള ഓഡിയോ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അണ്ണാമലൈ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രി വിജയ് അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന സത്യസന്ധനായ വ്യക്തിയാണെങ്കിലും മന്ത്രിസഭയിലെ ചിലരുടെ പ്രവൃത്തികൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്നാണ് അണ്ണാമലൈ പറയുന്നത്. അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ വിജയ് കർശനമായി തന്നെ ഇടപെടണം, തന്റെ സത്യസന്ധത ഭരണത്തിലെ മറ്റുള്ളവരിലും ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെട്ടു. നൂതനമായി അധികാരത്തിലെത്തിയ സർക്കാരിനെ ഇപ്പോൾ അസ്ഥിരപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വിഷയത്തിൽ തിരുത്തലുകൾ വരുത്താൻ സർക്കാരിന് സമയം നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം കൈവശമുള്ള തെളിവുകൾ പരസ്യമായി വെളിപ്പെടുത്തുമെന്നും അണ്ണാമലൈ സൂചന നൽകി. അണ്ണാമലൈ രൂപീകരിച്ച വി ദ ലീഡേഴ്സ് എന്ന സാമൂഹിക കൂട്ടായ്മയിൽ നിലവിൽ 20 ലക്ഷത്തോളം വോളണ്ടിയർമാർ ഉണ്ട്. അംഗസംഖ്യ 50 ലക്ഷത്തിലെത്തുമ്പോൾ അതിനെ പുതിയ രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലവിൽ 33 മന്ത്രിമാരാണ് വിജയ് മന്ത്രിസഭയിലുള്ളത്. ആദ്യഘട്ടത്തിൽ 10 പേരും പിന്നീട് മെയ് 21 നടന്ന വിപുലീകരണത്തിൽ 23 പേരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. നീണ്ട 59 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് തമിഴ്നാട് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. 2 കോൺഗ്രസ് MLA-മാർ വിജയ് സർക്കാരിൽ മന്ത്രിമാരായി ചുമതലയേറ്റിരുന്നു. മന്ത്രിസഭയിൽ 7 ദളിത് മന്ത്രിമാർക്കും 4 വനിതാ മന്ത്രിമാർക്കും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. കൂടാതെ ലീഗ്, VCK എന്നീ സഖ്യകക്ഷികളിലെ നേതാക്കളും മന്ത്രിസഭയിലുണ്ട്.